ദനഹ പെരുന്നാളിന് ശേഷമുള്ള ഒന്നാം ഞായർ. കർത്താവിൽ അനുഗ്രഹീത സഹോദരങ്ങളെ, ദനഹ പെരുന്നാളിന് ശേഷമുള്ള ഒന്നാം ഞായറാഴ്ചത്തെ ഏവൻഗേലിയോൻ ഭാഗമായി പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത് വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 12 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. യോർദാൻ നദിയിൽ യോഹന്നാനിൽ നിന്ന് സ്നാനമേറ്റ കർത്താവ് തുടർന്ന് മരുഭൂമിയിൽ 40 ദിവസം ഉപവാസത്തിലും പ്രാർത്ഥനയിലും ചിലവഴിക്കുന്നു. അവിടെ വെച്ച് പിശാചിൻ്റെ പരീക്ഷയ്ക്ക് വിധേയനായി അതിനെ അതിജീവിക്കുന്നു. അതിനുശേഷം കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. കർത്താവ് തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവീൻ എന്ന പ്രസംഗവുമായിട്ടാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4:17. കർത്താവിൻ്റെ പ്രസംഗത്തിൻ്റെ സാരം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അത് ദൈവരാജ്യമാണ്. കർത്താവ് ഭൂമിയിലേക്ക് വന്നത് ദൈവരാജ്യം അഥവാ ദൈവഭരണം ഭൂമിയിൽ സ്ഥാപിക്കാനാണ്. വീണ്ടും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4:23 പറയുന്നു, പിന്നെ യേശു ഗലീലായിൽ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദീനതയെയും വ്യാധിയെയും സൗഖ്യമാക്കുകയും ചെയ്തു. വിശുദ്ധ മത്തായി 5:3 ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. വിശുദ്ധ മത്തായി 6:31 മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ഇവിടെയെല്ലാം കർത്താവ് ആവർത്തിച്ചു പറയുന്നത് ദൈവരാജ്യത്തെക്കുറിച്ചാണ്. ചുരുക്കത്തിൽ കർത്താവ് തൻ്റെ ശുശ്രൂഷ നിർവഹിച്ചത് ഒറ്റ വിഷയത്തെ കേന്ദ്രീകരിച്ചാണ്, അത് ദൈവരാജ്യമാണ്. ഇത് പറയുമ്പോൾ അതിനൊരു പഴയ നിയമ പശ്ചാത്തലമുണ്ട്. പഴയ നിയമ ജനത അഥവാ ഇസ്രയേൽ ജനത നിരന്തരം യാത്ര ചെയ്തുകൊണ്ടിരുന്നത് ഒരു ഭൗതിക രാജ്യം ലക്ഷ്യം വെച്ചാണ്. അബ്രഹാമിനെ ദൈവം വിളിച്ചിട്ട് അവനോട് പറഞ്ഞു, നീ നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക. ആ ദേശമാണ് കനാൻ ദേശം. അബ്രഹാം യാത്ര ചെയ്ത് കനാൻ നാട്ടിലെത്തി താമസം ആരംഭിച്ചു. പിന്നീട് യാക്കോബും മക്കളും ഈജിപ്തിലേക്ക് കുടിയേറി പാർത്തു. അവിടെ 400 വർഷം അടിമത്വത്തിൽ ജീവിച്ചു. മോശ ഇസ്രയേൽ മക്കളെ അടിമത്വത്തിൽ നിന്ന് വിമോചിപ്പിച്ച് കനാൻ നാട്ടിലെത്തിച്ചു. കുറേ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇസ്രയേൽ മക്കൾ ബാബിലോൺ അടിമത്വത്തിലേക്ക് പോയി. എസ്രാ, നെഹമ്യ പ്രവാചകന്മാരുടെ കാലത്ത് വീണ്ടും അവർ കനാൻ നാട്ടിലേക്ക് മടങ്ങിയെത്തി. ചുരുക്കത്തിൽ ഇസ്രയേൽ മക്കൾ ജീവിതത്തിൽ ഉടനീളം ലക്ഷ്യം വച്ചത് ഒരു ഭൗതിക രാജ്യത്തെയും അതിൻ്റെ സമൃദ്ധിയെയുമാണ്. അങ്ങനെ ഈ ലോകത്തിലും അതിൻ്റെ പ്രതാപത്തിലും മാത്രം പ്രതീക്ഷ അർപ്പിച്ച് കഴിഞ്ഞ ഒരു ജനതയോടാണ് കർത്താവ് പറഞ്ഞത്, ഈ ലോകത്തിനപ്പുറമുള്ള ഒരു ലോകത്തിലേക്ക്, നശ്വരമായ ഈ ജീവിതത്തിനപ്പുറമുള്ള ഒരു ജീവിതത്തിലേക്ക് നോക്കാൻ സമയമായി. ഭൗതിക ലോകത്തിൽ നിന്ന് മനുഷ്യൻ്റെ ശ്രദ്ധയെ ദൈവരാജ്യത്തിലേക്കും ദൈവീക ഭരണക്രമത്തിലേക്കും തിരിക്കുവാനാണ് കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത്. ഈ ലോകവും അതിലെ ജീവിതവും നശ്വരവും ക്ഷണികവുമാണെന്ന് കർത്താവ് അവരെ പഠിപ്പിച്ചു. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ജീവിക്കും. 1 യോഹന്നാൻ 2:17. വിശുദ്ധ യോഹന്നാൻ 6:27 ഇങ്ങനെ പറയുന്നു, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്കലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിക്കുവീൻ, അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. വിശുദ്ധ യോഹന്നാൻ 6:49 മുതൽ 51 വരെ, നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന ഭക്ഷിച്ചിട്ടും മരിച്ചുപോയല്ലോ, ഇതാ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു, ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. നാം ദൈവമക്കളായി കർത്താവിനോട് ചേർന്ന് ദൈവത്തിൻ്റെ ആത്മാവിന് നടത്തിപ്പിന് വിധേയരായി എന്നേക്കും അവനോടുകൂടെ ജീവിക്കുന്ന വ്യവസ്ഥിതിയാണ് ദൈവരാജ്യം. ദൈവരാജ്യത്തിലെ മക്കളെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ പൗലോസ് പറയുന്നത്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഗലാത്യർ 2:20. ഇതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. എന്താണ് ദൈവരാജ്യ അനുഭവത്തിലേക്കുള്ള വഴി? യേശു പറഞ്ഞു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുക. എന്താണ് മാനസാന്തരം? ആ വാക്കിൻ്റെ അർത്ഥം മനം തിരിയുക എന്നതാണ്. ഒരാൾ എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞ് ആ ദൈവിക ഉദ്ദേശത്തിലേക്കും പദ്ധതിയിലേക്കും മടങ്ങുക എന്നുകൂടി അതിനർത്ഥമുണ്ട്. ധൂർത്തപുത്രൻ സുബോധം വന്നപ്പോഴാണ് അപ്പൻ്റെ അടുത്തേക്ക് മടങ്ങാൻ തീരുമാനിച്ചത്. ഇംഗ്ലീഷിൽ സുബോധം വന്നു എന്നതിന് ഹി കെയിം ടു ഹിംസെൽഫ് എന്നാണ് എഴുതിയിരിക്കുന്നത്.
താൻ ആരാണ്, എവിടെ ഇരിക്കേണ്ട ആളാണ്, എങ്ങനെ ജീവിക്കേണ്ട വ്യക്തിയാണ്, ഇപ്പോൾ ഏതവസ്ഥയിലായിരിക്കുന്നു. ഈ തിരിച്ചറിവും സ്വയപരിശോധനയുമാണ് മാനസാന്തരത്തിൻ്റെ ആദ്യ പടി. അത് ബോധ്യമായാൽ യഥാർത്ഥത്തിൽ നാം ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് മടങ്ങുകയാണ് യഥാർത്ഥമായ മാനസാന്തരം. മനുഷ്യൻ പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിച്ചും ദൈവത്തോടുള്ള ബന്ധത്തിലും ജീവിക്കേണ്ടയാളാണ്. 73-ാം സങ്കീർത്തനം 25-ാം വാക്യം, സ്വർഗത്തിൽ അങ്ങല്ലാതെ എനിക്ക് ആരാണുള്ളത്, ഭൂമിയിലും അങ്ങയല്ലാതെ ഞാൻ ആരെയും ആഗ്രഹിക്കുന്നില്ല. ഇതാണ് മാനസാന്തരം. ലോകത്തിലേക്ക് നോക്കി നടന്ന നമ്മൾ പൂർണ്ണമായും ദൈവത്തിങ്കലേക്ക് നോട്ടം മാറ്റുന്നു. ഏതെങ്കിലും ഒരു ദുശീലമോ ഒരു പാപമോ ഉപേക്ഷിച്ചിട്ട് ഞാൻ മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട്. പൂർണ്ണമായും ദൈവ ഇഷ്ടത്തിനും അവൻ്റെ പദ്ധതിക്കും നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കലാണ് മാനസാന്തരം. ചിലർ ചോദിക്കും, ബിയർ കുടിക്കുന്നത് പാപമാണോ, സിനിമ കാണുന്നത് പാപമാണോ? യഥാർത്ഥമായി മാനസാന്തരപ്പെട്ട ഒരു വ്യക്തിയിൽ നിന്ന് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പോലും ഉണ്ടാവില്ല. ദൈവാത്മാവ് നടത്തുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാകുന്നു. അവർക്ക് ദൈവീകമല്ലാത്ത ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാൻ പോലും ആവില്ല. ഇതാണ് മാനസാന്തര ജീവിതം. ഈ അവസ്ഥയിൽ നാം എത്തുമ്പോഴാണ് സ്വർഗരാജ്യ അവകാശികളായി തീരുന്നത്. വീണ്ടും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24:12 പറയുന്നു, അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. അതായത് കർത്താവ് പ്രസംഗിച്ചത് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷമാണ്. ആ സുവിശേഷമാണ് നാം പ്രസംഗിക്കേണ്ടത്. എന്താണ് യേശു പ്രസംഗിച്ച ദൈവരാജ്യത്തിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രത്യേകത? പഴയ നിയമ കാലഘട്ടത്തിൽ പ്രവാചകന്മാർ പ്രസംഗിച്ചത് ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ചും ശിക്ഷയെക്കുറിച്ചുമാണ്. ഉദാഹരണത്തിന് സംഖ്യ 32:23 നിങ്ങളുടെ പാപം നിങ്ങളെ വേട്ടയാടും എന്നറിഞ്ഞുകൊള്ളുക. സങ്കീർത്തനം 50:22 ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവീൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടിവിപ്പാൻ ആരും ഉണ്ടാകുകയില്ല. ഇതാണ് പഴയ നിയമ ചിന്ത. പഴയ നിയമത്തിൽ ഭയത്തിൻ്റെ ആത്മാവാണ്. ദൈവത്തെ ആരാധിക്കുന്നത് പേടിച്ചിട്ടാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കൽ അല്ലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വചനവും തങ്ങളോട് പറയരുതേ എന്ന് അപേക്ഷിച്ചു. ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നുള്ള കൽപ്പന അവർക്ക് സഹിച്ചുകൂടാഞ്ഞ് ഞാൻ അത്യന്തം പേടിച്ചു വിറയ്ക്കുന്നു എന്ന് മോശയും പറയത്തക്കവണ്ണം ആ കാഴ്ച അത്രയ്ക്ക് ഭയങ്കരമായിരുന്നു. മോശ പോലും സീനായ് മലയിലെ ആ കാഴ്ച കണ്ട് ഭയന്നു വിറച്ചുപോയി. പഴയ നിയമത്തിൽ ദൈവ സാമീപ്യം ഭയപ്പെടുത്തുന്ന അനുഭവമായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ ഭയത്തിൻ്റെ ആത്മാവല്ല, സ്നേഹത്തിൻ്റെ ആത്മാവാണ് പ്രവർത്തിക്കുന്നത്. റോമാലേഖനം 8:15 ഇങ്ങനെ പറയുന്നു, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം മറിയോടും സഖറിയാവിനോടും അട്ടിടയന്മാരോടും എല്ലാം പറഞ്ഞത് നിങ്ങൾ ഭയപ്പെടേണ്ട. പഴയ നിയമത്തിൽ ദൈവ ചിന്ത പോലും അവർക്ക് ഭയത്തിന് കാരണമായിരുന്നു. പുതിയ നിയമത്തിൽ ദൈവ ദർശനം സന്തോഷത്തിൻ്റെതായി മാറുകയാണ്. അതുകൊണ്ടാണ് ദൂതന്മാർ പാടിയത്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. യേശുക്രിസ്തുവിലൂടെ ദൈവം സ്നേഹമാണ് എന്ന് ലോകത്തിന് വെളിപ്പെട്ട് കിട്ടി. അവനെ ഭയപ്പെടുകയല്ല, സ്നേഹിക്കുകയാണ് വേണ്ടത്. പേടിച്ചിട്ട് ഒരാൾ പാപം ചെയ്യാതിരുന്നാൽ എത്ര നാൾ ചെയ്യാതിരിക്കും? കുറെ കഴിയുമ്പോൾ നാം ആ ഭയത്തെ അതിജീവിക്കും. കുഞ്ഞുങ്ങൾ പതിയെ പതിയെ ഭയത്തെ അതിജീവിക്കുന്നത് പോലെ. എന്നാൽ ഒരു മനുഷ്യന് സ്നേഹത്തെ മറികടക്കാൻ അത്ര എളുപ്പമല്ല. നാം നമ്മുടെ ഭാര്യയെ സ്നേഹിക്കുന്നെങ്കിൽ അവളോട് അവിശ്വസ്തത കാണിക്കാൻ പ്രയാസമായിരിക്കും. മക്കളെ സ്നേഹിക്കുന്നെങ്കിൽ അവർക്ക് വിഷമം വരുന്ന ഒരു കാര്യം ചെയ്യാൻ എളുപ്പമല്ല. മാതാപിതാക്കളോട് സ്നേഹമുള്ളവർക്ക് എങ്ങനെ അവരുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഏർപ്പെടാനാകും? അപ്പോൾ ശാശ്വതമായി തെറ്റുകളിൽ നിന്നും ഒഴിഞ്ഞിരിക്കാൻ ഒരാളെ പ്രേരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഭയമല്ല, സ്നേഹമാണ്.
വിശുദ്ധ യോഹന്നാൻ 3:16 ഇങ്ങനെ പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടുന്നതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. കാൽവറി ക്രൂശിൽ പ്രകടമായത് ദൈവ സ്നേഹത്തിൻ്റെ പാരമ്യതയാണ്. അവൻ നമുക്ക് വേണ്ടിയാണ് മരിച്ചതെന്നും അവൻ ഏറ്റെടുത്തത് നമ്മുടെ പാപങ്ങളുടെ ശിക്ഷയാണ് എന്നുമുള്ള തിരിച്ചറിവാണ് അവനെ സ്നേഹിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തേശുവിലുള്ളവർക്ക് ഇനി ഒരു ശിക്ഷാവിധിയുമില്ല എന്ന് റോമാലേഖനം 8:1 പറയുന്നു. ഇതാണ് രാജ്യത്തിൻ്റെ സുവിശേഷം. നിന്റെ ശിക്ഷ, നിന്റെ ശാപം, നിന്റെ പാപം എല്ലാം അവൻ ഏറ്റെടുത്തു. ഇത് നീ വിശ്വസിക്കണം. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. റോമാലേഖനം 10:9. അപ്പോൾ ദൈവരാജ്യ അവകാശികളായി തീരാൻ അവനെ സ്നേഹിക്കണം, അവനിൽ വിശ്വസിക്കണം. പരിശുദ്ധ പൗലോസ്ലീഹ ഇപ്രകാരം ചോദിക്കുന്നു, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മെ വേർപെടുത്തുന്നത് ആരാണ്? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? മരണത്തിനോ ജീവനോ, ദൂതന്മാർക്കോ, വാഴ്ചകൾക്കോ, അധികാരങ്ങൾക്കോ, ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ, ഉയരത്തിനോ ആഴത്തിനോ, മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. റോമാലേഖനം 8:35 മുതൽ 39 വരെ. ഈ ദൈവസ്നേഹത്തിൽ നാം നിറയുമ്പോൾ ബാക്കിയെല്ലാം അപ്രസക്തമാകും. ഈ സ്നേഹത്തിൻ്റെ സുവിശേഷമാണ് നാം പ്രസംഗിക്കേണ്ടത്. കാരണം ദൈവം സ്നേഹമാണ്. നാം അന്യോന്യം സ്നേഹിക്കുമ്പോഴാണ് ദൈവരാജ്യത്തിൻ്റെ മക്കളായി തീരുന്നത്. കർത്താവ് നമുക്ക് വേണ്ടി മരിക്കുകയും നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുകയും നമ്മെ സ്നേഹിക്കുകയും ചെയ്യുന്നത് പോലെ നാം അന്യോന്യം സ്നേഹിക്കുകയും അന്യോന്യം ക്ഷമിക്കുകയും ചെയ്യണം. കർത്താവ് തന്നെ നമുക്കായി പങ്കിട്ട് നൽകിയതുപോലെ നാം നമ്മുടെ ജീവിതത്തെ സമസൃഷ്ടങ്ങൾക്കായി മുറിച്ചു നൽകുമ്പോൾ ദൈവരാജ്യം സമാഗതമാകും. കർത്താവ് പറഞ്ഞു, സ്വർഗരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്ന്. മേൽ പറഞ്ഞ പോലെ നാം പരസ്പര സ്നേഹത്തിലും ക്ഷമയിലും വിട്ടുവീഴ്ചയിലും പങ്കിടിയിലും വർദ്ധിക്കുമ്പോൾ നാം ജീവിക്കുന്ന കുടുംബവും നമ്മുടെ ഇടവകയും നമ്മുടെ പരിസരങ്ങളും സ്വർഗരാജ്യമായി മാറും. അങ്ങനെ സ്വർഗരാജ്യം ഈ ലോകത്തിൽ തന്നെ നമുക്ക് അനുഭവിച്ചു തുടങ്ങാനാകും. സ്വർഗരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. റോമർ 10:17. നീതിയും സമാധാനവും സന്തോഷവും എവിടെയുണ്ടോ അവിടെ സ്വർഗരാജ്യമായി തീരും. ആ വിധത്തിൽ നാം ജീവിക്കുന്ന പരിസരങ്ങളെ സ്വർഗരാജ്യമാക്കി രൂപപ്പെടുത്താനും നിത്യതയിലും ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.